ഏകദേശം 2 വർഷം മുമ്പാണ് നമ്മൾ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരേക്ക് വന്നപ്പോൾ നമ്മുടെ വണ്ടിയുടെ മൈലേജ് ഒന്ന് ചെക്ക് ചെയ്തത്. അപ്പോൾ ഇത്തവണ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പം വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യാൻ നേരം. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നപ്പം മൈലേജ് നോക്കിയായിരുന്നു. നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ തന്നെ ഇച്ചിരി താമസിച്ചു. എന്നിട്ട് ഒരു 9 മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു ഇവിടുന്ന് ഇറങ്ങി കൊണ്ടുവന്നപ്പോൾ തന്നെ. ഓൺ ദ വേയിലാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അധികം സ്പീഡൊന്നും കിട്ടിയിട്ടില്ല. അവസാനം മൈലേജ് നോക്കിയപ്പോൾ സ്പീഡൊക്കെ ആണെങ്കിലും ആകെ കോമഡിയാണ്. നമ്മളിവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയിട്ടാണെങ്കിലും നമുക്ക് ബാംഗ്ലൂർ ടൗണിൽ അങ്ങനെ രാവിലെ പോകുന്ന സമയത്ത് വീക്കെൻഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലാന്ന് പറയാം. തിരക്കുണ്ട്, പക്ഷെ ബാംഗ്ലൂരിലെ തിരക്ക് വെച്ച് നോക്കുമ്പോൾ വലിയ തിരക്കില്ല. നമ്മളങ്ങനെ സിഗ്നലിലൊന്നും നിന്നില്ല, പക്ഷെ വളരെ പതുക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ പോയിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞ ഒരു കൃഷ്ണഗിരി ആ ഭാഗത്തൊക്കെ എത്തിയപ്പോഴാണ് തോന്നുന്നു ആദ്യത്തെ തവണ മൈലേജ് നോക്കുന്നത്. ഇതിപ്പോ നോക്കുമ്പോൾ നമ്മൾ ഇതുവരെ 180 കിലോമീറ്റർ, ബാംഗ്ലൂരിൽ നിന്ന് ഇവിടം വരെ 180 കിലോമീറ്റർ ഓടി. ഇപ്പൊ ആവറേജ് എന്ന് പറയുന്നത് 26.5 ആണ് ഇപ്പൊ കാണിക്കുന്നത്. അപ്പൊ ഇത്രയും ദൂരം റോഡെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, വണ്ടികൾ റോഡിലൊക്കെ ഫുൾ വണ്ടികളുണ്ട്. വലിയ സ്പീഡൊന്നും ഇല്ല. നമ്മൾ 80 സെറ്റപ്പിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു മൈലേജ് കിട്ടുന്നത്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് പോകുന്നെങ്കിൽ പിന്നെ ഇടയ്ക്ക് നോക്കാനുള്ള കാര്യം വിട്ടുപോയി. അതിന്റെ പിന്നെ ഏകദേശം കോയമ്പത്തൂർ എത്തിയപ്പോഴത്തേക്കും വൈകിട്ടായി. കാരണം നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിട്ടാണല്ലോ ഇറങ്ങിയത്. ഒരു പകൽ ഈ എഴുന്നേഴുള്ള വരലും കൂടെ വന്നപ്പോഴത്തേക്കും വൈകിട്ടായപ്പോഴത്തേക്കും ആകെ ലേറ്റായി. അപ്പോൾ കോയമ്പത്തൂർ എത്തിയപ്പോൾ കോയമ്പത്തൂർ ആകെ ബ്ലോക്കാണ് ആ ഒരു സിംഗിൾ ഹൈവേയിൽ. അപ്പോൾ അവിടെ വെച്ചാണ് നമ്മൾ രണ്ടാമത് വീണ്ടും ഒന്നവിടെ ചെക്ക് ചെയ്തത്. ഇപ്പൊ നമ്മൾ ഓടിച്ചോടിച്ച് കോയമ്പത്തൂർ ബ്ലോക്കിലെത്തി. മൊത്തം 372 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മൈലേജ് എന്തായി നോക്കാം. 25.6 ഇപ്പോഴത്തെ മൈലേജ്. നമ്മൾ ആവറേജ് സ്പീഡൊക്കെ നോക്കിയാൽ 50 ആവറേജ് സ്പീഡ്. നല്ല തിരക്കും ബ്ലോക്കും ട്രാഫിക്കും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത്ര ഓടിച്ചു വന്നത്. പിന്നെ ഇവിടെ ഇനിയിപ്പോൾ രണ്ട് സൈഡിലേക്ക് സിംഗിൾ ലൈനുള്ള ഹൈവേ എന്ന് പറയപ്പെടുന്ന ആ വഴിക്കാണ്. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ വീണ്ടും കുറയാനാണ് ചാൻസ്. വീണ്ടും അങ്ങോട്ട് ട്രാഫിക്കൊക്കെ കാണിക്കുന്നു. പിന്നെ നമ്മളത് കോയമ്പത്തൂർ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബ്ലോക്ക് കഴിഞ്ഞ് പിന്നെ പാലക്കാട് എത്തി ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവസാനം വീട്ടിലെത്തിയപ്പോഴേക്കും നല്ലോണം ലേറ്റായി. ഏകദേശം 10 മണിയായി. ഇതിപ്പോൾ നമ്മൾ വീണ്ടും ഓടി അവസാനം വീട്ടിലെത്തിയിരിക്കുകയാണ്. മൊത്തം 615 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇനി ഇപ്പോഴത്തെ മൈലേജ് എത്രയെന്ന് നോക്കാം. ഇനിയുള്ളത് ഇപ്പോൾ ഉള്ളത് 24.3 അപ്പോൾ ഈ മൊത്തം ദൂരത്തിൻ്റെയാണിത്. അപ്പോൾ ഇതുവരെ നമ്മൾ ഓടി ഒരു റോഡും ട്രാഫിക് കണ്ടീഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ന്യായമായ ഒരു മൈലേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കിട്ടിയൊരു സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ കേട്ടില്ലേ, 41 km/h. അതായത് നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് നമുക്ക് നല്ലോണം ട്രാഫിക് കിട്ടി. കോയമ്പത്തൂർ ആ സിംഗിൾ ലൈൻ ഹൈവേയിലും നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ ആ പാലക്കാട് ഭാഗത്തായിട്ടൊരു പുതിയ ലുലുമാള തുറന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു 1.5 മണിക്കൂറെങ്കിലും നമ്മുടെ പോയിട്ടുണ്ട്. ആ വഴിക്കുന്ന ലുലുമാളിലേക്ക് കയറാനുള്ള വണ്ടികൾ ഇറങ്ങുന്നു. അവിടെ ഒരു സിഗ്നലുണ്ട്. അപ്പോൾ ആ സിഗ്നലിൽ വെച്ചിട്ട് അപ്പോൾ ആ വഴിക്ക് പോകുന്നവരുണ്ടെങ്കിൽ ഗൂഗിൾ ഒരു ഷോർട്ട് കട്ട് കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വഴി കയറി പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾക്ക് ഷോർട്ട് കട്ട് കാണിച്ചു തന്നു, പക്ഷേ ഇത് ലുലുമാളിൻ്റെ ആണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് നമ്മൾ ആ ഷോർട്ട് കട്ടൊന്നും കയറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ 1.5 മണിക്കൂറും പൂർണ്ണമായും ട്രാഫിക്കിൽ തന്നെ കിടന്ന് കംപ്ലീറ്റ് ട്രാഫിക് മേടിച്ചാണ് നമ്മൾ പോകുന്നത്. മൈലേജൊക്കെ നല്ലോണം വലിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതുവരെയുള്ള ടോട്ടൽ മൈലേജ്. ഇപ്പം മൊത്തം നോക്കിയത് ഏകദേശം ഇതാണ് മൈലേജ്. ഏതാണ്ട് ഒരു 24 അടുത്തുള്ള മൈലേജ് വരുന്നുണ്ട്. അപ്പോൾ ഈ നിലവിൽ നമ്മൾ വന്ന ആ ഒരു സ്പീഡ്, ആവറേജ് സ്പീഡ് അങ്ങോട്ട് 40 ഒക്കെയാണ് നമുക്ക് കിട്ടിയേക്കണേ. അവിടെ നിന്ന് വരുമ്പോൾ സാധാരണ 40 അല്ല, നമുക്ക് അത്യാവശ്യം സ്പീഡിൽ വന്നാൽ തന്നെ ഒരു 60 കിലോ നമുക്ക് ആവറേജ് സ്പീഡ് കിട്ടും. ടോപ്പ് സ്പീഡ് അല്ല, ആവറേജ് സ്പീഡ്. നമ്മളങ്ങനെ ഭയങ്കര സ്പീഡൊന്നും വരാറില്ല, എന്നാലും ആവറേജ് സ്പീഡിൽ വരുമ്പോൾ കിട്ടാറുണ്ട്. അപ്പോൾ ഇത് ഈ 40 സ്പീഡിലൊക്കെ വന്നിട്ട് ഈ മൈലേജ് വലിയ കുഴപ്പമില്ലാതെ എനിക്ക് തോന്നുന്നു. പിന്നെ മൈലേജ് കൂടുതൽ കിട്ടിയെന്നാലും നമുക്ക് അങ്ങനെ അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ മെച്ചമൊന്നുമില്ല. നമ്മളൊരു കൗതുകത്തിന് നോക്കുന്നതേ ഉള്ളൂ. ബാംഗ്ലൂരിൽ വെച്ച് ഈ ട്രാഫിക് കൂടെ ഓടിക്കുമ്പോൾ നമുക്ക് മൈലേജ് ഭയങ്കര കുറവായിരിക്കും. അതിൽ 10-12 ആ സമയത്ത് കിട്ടണേ. അപ്പോൾ അതും ഇതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വല്ലപ്പോഴും ഹൈവേയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ മൈലേജ് നോക്കുന്നു, സന്തോഷിക്കുന്നു. എന്താ പറയുക, അതായത് നമ്മൾ പെട്രോൾ അടിക്കണം, ഡീസൽ അടിക്കണം. അപ്പോൾ അതാണ് ഈ ഒരു കുഞ്ഞി ഫൺ എക്സ്പെരിമെൻ്റ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ഇതുപോലെ മറ്റൊരു ഫൺ വീഡിയോയിൽ കാണാം. ബൈ ബൈ.